ഹലോ, ഇഫ്താറിന് എന്നും പത്തിരിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ട് നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വേണ്ടാന്ന് വെക്കുന്നവരും ഉണ്ടാവും. എന്നാൽ ഇന്ന് നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് ഈസി ആയിട്ട് നെയ്പത്തിരി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ പുട്ടുപൊടി എടുത്തിട്ടുണ്ടാവില്ലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നല്ല തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ചൂടായതൊന്നും പോരാ, നല്ല തിളയ്ക്കുന്ന വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് ചൂടാറിക്കോട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഒതുക്കി വെച്ച് തേങ്ങയും കൂടി ആ ഒരു പുട്ടുപൊടിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അവസാനമായിട്ട് ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക. ഇനി ഇത് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് കൈ വെച്ചിട്ട് വേണമെങ്കിൽ പരത്താം, അല്ലെങ്കിൽ ഇതുപോലെ പ്രസ്സിലും പരത്തിയെടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന പ്രസ്സിൽ പരത്താനാണ്. അതാകുമ്പോൾ ഒരുപോലെ തിക്നെസ് ആവും ചെയ്യും, പെട്ടെന്ന് തന്നെ പൊള്ളി വരും ചെയ്യും കേട്ടോ. ഈ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ദാടിയിൽ നിന്ന് മേലേക്ക് പൊന്തി വരുന്ന സമയത്ത് ആ ഒരു തവി വെച്ച് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊള്ളി വരും. പിന്നെ അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അടിപൊളി നെയ്പത്തിരി റെഡി ആട്ടോ. കട്ടൻ ചായയും ബീഫും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ.